ഈ ഫ്രാൻസ് പഠിത്തം ത്തിന്റെ ഒരു സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ PR ചാൻസസ് അതെങ്ങനെയായിരിക്കും ഒന്ന് സൂചിപ്പിക്കാം. സ്റ്റേ ബാക്ക് ഫ്രാൻസ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് കൊടുക്കുന്നത്. മാസ്റ്റേഴ്സിനല്ലേ? അതെ, മാസ്റ്റേഴ്സിന് മാത്രമേ സ്റ്റേ ബാക്ക് ഉള്ളൂ. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് അവർ ഫ്രാൻസ് സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല. അവിടെ PR എന്നുള്ളത് അത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്കൊരു 4-5 വർഷം കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു PR ഓപ്ഷൻസേ ഉള്ളൂ. PR അത്രയധികം ഫോക്കസ് ചെയ്യാതെ എംപ്ലോയബിലിറ്റിക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് വിൽ ബി എ വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രാജ്യത്ത് നിൽക്കാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്, അതിന് ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ആക്ച്വലി ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ ഒക്കെ വന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. നമുക്ക് 5 വർഷം കൂടി വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതെ അതെ, അപ്പൊ നമുക്ക് 2 വർഷം പ്ലസ് 5 വർഷം 7 വർഷത്തോളം നമുക്ക് ഫ്രാൻസിൽ നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരു ചെറിയൊരു ടിൽറ്റ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്കിന്റെ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ജോലി ആയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം യു ക്യാൻ കണ്ടിന്യൂ. ഇൻ കേസ് നമ്മൾ ജോലി ഫുൾ സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരു വിസ കൂടി അപ്ലൈ ചെയ്യാം. അലുമിനി വിസ എന്നൊരു വിസ അപ്ലൈ ചെയ്യാം. ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 ഇയേഴ്സിന് വിസയാണ്. അതെ അതെ, സോ 2 ഇയർ സ്റ്റേ ബാക്ക് പ്ലസ് ഒരു 5 ഇയർ എക്സ്ട്രായും കൂടെ കിട്ടും. ഇതിന്റെ ആക്ച്വലി ഒരു വേർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫ്രാൻസിൽ ബാച്ചിലേഴ്സിന് സ്റ്റേ ബാക്ക് ഇല്ല. സോ ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ കുട്ടികൾക്ക് അലുമിനി വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ കം ബാക്ക് ടു ഫ്രാൻസ് ആൻഡ് ലിവ് ദർ ഫോർ 5 ഇയേഴ്സ്. പക്ഷേ മാസ്റ്റേഴ്സിനും അത് കിട്ടും. മാസ്റ്റേഴ്സിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതാണെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ആയിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയും ഓരോ ഓപ്ഷൻസ് ഉണ്ട്.